ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ സെറ്റ്സിലെ എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദി നൾ സെറ്റ്? നൾ സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് എം ടി സെറ്റ്, സെറ്റ്സിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ സെറ്റിന് പറയുന്ന പേരാണ് നൾ സെറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നൾ സെറ്റ് ആണ് അല്ലയോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പം ഏതൊക്കെ എലമെൻറ്റ്സ് വരും? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3, 4 എക്സെട്ര, അതാണ്. അപ്പോൾ ഓഡായിട്ടുള്ള നമ്പേഴ്സ് എടുത്താൽ 1, 3, 5, 7 എക്സെട്ര. ഇതാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനകത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഡിവിസിബിൾ ബൈ 2. അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻറ്റ് പോലും ഇതിനകത്തില്ല അല്ലേ. നോ ഓഡ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ് നമുക്കറിയാം. therefore there is no element in the set. ഈ സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് വൺ എം ടി സെറ്റാണ്. എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റാണ് എം ടി സെറ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്? 2, 3, 5, 7 എക്സെട്ര. ഇതിനകത്ത് ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ 2 നമുക്കറിയാം ഒരു ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പറാണ്. അതുകൊണ്ട് ഈ സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സിൽ ഈവൻ നമ്പർ ഉണ്ട് അല്ലേ. അതുകൊണ്ട് അതൊരു എം ടി സെറ്റ് അല്ല, അതായത് നൾ സെറ്റിന് എക്സാമ്പിൾ അല്ല. അതായത് ഇതിനകത്ത് എലമെൻറ്റ്സ് 2 ഉണ്ട്, അതുകൊണ്ട് നൾ സെറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ നൾ സെറ്റ്. ഓക്കെ, തേർഡ് വൺ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. രണ്ട് കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ ആവണം, അതുപോലെ എക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 7. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 എക്സെട്ര അല്ലേ. അത് എക്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 1, 2, 3, 4 വരും. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്, അതുകൊണ്ട് ഇങ്ങോട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം വരും. അപ്പോൾ ഇത് രണ്ടെണ്ണം ഒരേ സമയം രണ്ട് പ്രോപ്പർട്ടി ഒന്നിച്ച് സാറ്റിസ്ഫൈ ഒരു നമ്പറിനും പറ്റില്ല. അറ്റ് എ ടൈം എക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. അതുകൊണ്ട് ഇതിനകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഇത് നൾ സെറ്റ് ആയിരിക്കും. തേർഡ് വൺ നൾ സെറ്റ് ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിന്റ് കോമൺ ടു എനി 2 പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസിന് കോമൺ പോയിന്റ്സ് ഒന്നുമില്ല. നമുക്കറിയാം രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ അതൊരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല അല്ലേ. അതുകൊണ്ട് അതിന് കോമൺ പോയിന്റ്സ് ഒരിക്കലും ഉണ്ടാവില്ല. അത് ഒരു നൾ സെറ്റ് ആയിരിക്കും. ഫോർത്ത് വൺ നൾ സെറ്റ് ആണ്. അപ്പോൾ നൾ സെറ്റിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. ഫൈനൈറ്റ് അല്ലാത്ത സെറ്റ്സ് ആണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഇയറിലെ മന്ത്സ് നമുക്കറിയാം ജനുവരി, ഫെബ്രുവരി, അങ്ങനെ 12 മന്ത്സ് ആണുള്ളത് അല്ലേ. കൃത്യമായിട്ട് നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1, 2, 3 എക്സെട്ര. ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോവുകയാണ് സെറ്റ്, അതുകൊണ്ട് ഇത് ഇൻഫൈനൈറ്റ് സെറ്റാണ്. തേർഡ് വൺ, 1, 2, 3 എക്സെട്ര 100 വരെയുള്ള എലമെൻറ്റ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് 100 വരെ. അപ്പോൾ ഇത് ഫൈനൈറ്റ് ആണ്, കണ്ടാലറിയാം. ഫോർത്ത് വൺ, ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. ഇത് നമുക്കറിയാം ഇൻഫൈനൈറ്റ് സെറ്റാണ് അല്ലേ. ഇത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 101, 102 എക്സെട്ര ഇതിങ്ങനെ പോകും. അതുകൊണ്ട് ഇത് ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഇത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. 2, 3, 5, 7 എക്സെട്ര. 99 തൊട്ട് മുമ്പ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് ലാസ്റ്റ് അപ്പോൾ 97 വരെ വരും. അപ്പോൾ ഇത്രയും പ്രൈം നമ്പേഴ്സ് ഇത് കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഉള്ള സെറ്റുകൾ ഫസ്റ്റ് വൺ, തേർഡ് വൺ, ഫിഫ്ത്ത് വൺ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഈസ്
ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഇത് നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് നമുക്ക് ഒരുപാട് ലൈൻസ് വരയ്ക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് ഈ സെറ്റ് എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇൻഫൈനൈറ്റ് സെറ്റ്. സെക്കൻഡ് വൺ, ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമുക്കറിയാം, എ ബി സി എക്സെട്ര ഇസഡ് വരെയാണ്. ഇത് കൗണ്ട് 26 എലമെൻറ്റ്സ് ആണ് ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം 5, 10, 15, 20, 25 എക്സെട്ര അല്ലേ? ഇത് ഇൻറ്റിജർ ആണോ നാച്ചുറൽ നമ്പർ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്പേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇൻറ്റിജർ ആണെങ്കിൽ പിന്നെ നെഗറ്റീവ്സ് വരും. -5, -10 ഇതൊക്കെ 5ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ. എങ്ങനെയാണെങ്കിലും ഇത് എന്ത് സെറ്റാണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇൻഫൈനൈറ്റ് സെറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ ദി എർത്ത്. ഇത് കാണുമ്പോൾ ഇൻഫൈനൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഈ സെറ്റ് ഫൈനൈറ്റ് സെറ്റാണ്. കാരണം ഇത് ആനിമൽസിൻ്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് സെറ്റാണ്. ഫിഫ്ത്ത് വൺ, ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ 0, 0. 0, 0 എന്നുള്ള ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിൾസ്. അപ്പോൾ ഇതാണ് 0, 0 എന്നുള്ള പോയിന്റ് അല്ലേ? XY പ്ലെയിനിൽ 0, 0 എന്നുള്ള പോയിന്റ്. അവിടെ നമുക്ക് കുറേ സർക്കിൾസ് വരയ്ക്കാം, ഇൻഫൈനൈറ്റ് സർക്കിൾസ് വരയ്ക്കാം അല്ലേ? റേഡിയസ് വ്യത്യാസം വരുന്നതനുസരിച്ച് സർക്കിൾസ് ഒരുപാട് വരും. അപ്പം ഇത് ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ A ഈക്വൽ ടു B ഓർ നോട്ട്. അതായത് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. അത് ഈക്വൽ ടു ആണോ എന്ന് നോക്കണം. അപ്പോൾ രണ്ട് സെറ്റ് ഈക്വൽ ആവണമെങ്കിൽ അതിനകത്ത് എലമെൻറ്റ്സ്, എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ടെങ്കിൽ രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ എ ബിയിലുണ്ട്, ബി സെറ്റ് ബിയിലുണ്ട്, സി സെറ്റ് ബിയിലുണ്ട്, ഡിയും ഉണ്ട് സെറ്റ് ബിയിൽ. അതുകൊണ്ട് എയും ബിയും ഈക്വലാണ്. എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഓക്കെ. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി സെക്കൻഡ് വൺ നോക്കിയാൽ 4 സെറ്റ് ബിയിലുണ്ട്, 8ഉം സെറ്റ് ബിയിലുണ്ട്. പക്ഷെ 12 എടുത്താൽ സെറ്റ് ബിയിലില്ല അല്ലേ? അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. തേർഡ് വൺ 2, 4, 6, 8, 10. സെറ്റ് ബി പറയുന്നത് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. പോസിറ്റീവ് ആയിട്ടുള്ള ഈവൻ ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിട്ടുള്ള അത് തന്നെയാണ് എയിൽ. സെറ്റ് ബിയിൽ സെറ്റ് ബിൽഡർ ഫോമിലും സെറ്റ് എയിൽ റോസ്റ്റർ മെത്തേഡിലുമാണ് തന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ എ ഈക്വൽ ടു ബി ആണ്. ഫോർത്ത് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. ബി തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ 10, 15, 20, 25, 30 എക്സെട്ര. ഇപ്പം മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 10, 20, 30 ഇങ്ങനെയായിരുന്നു വരേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിക്കേ 10, 15 ഒക്കെ വന്നിട്ടുണ്ട്. 25 ഒന്നും 10ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഈ സെറ്റ് ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി. ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ 1ഉം 3ഉം ആണ്. 2ഉം 4ഉം ഈക്വൽ അല്ല. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ആർ ദി ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ? ഗിവ് റീസൺസ്. അതായത് ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് 2, 3, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. x² + 5x + 6 = 0. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3. ബി നമുക്ക് ചെയ്താൽ ഇത് തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കണം. ഫസ്റ്റ് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിക്കാം. x² + 5x + 6 = 0. ഇതിൻ്റെ സൊല്യൂഷനാണ് എന്ത്? സെറ്റ് ബിയിലെ എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്താൽ മതി. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടുന്നു. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3ഉം 2. പോസിറ്റീവ് 3ഉം പോസിറ്റീവ് 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം കിട്ടും, ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3ഉം 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5ഉം കിട്ടും അല്ലേ? അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? x + 3 ×
എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അതായത് എക്സ് ഈക്വൽ ടു -3, എക്സ് ഈക്വൽ ടു -2. അപ്പോൾ ഇതിനകത്ത് എലമെൻറ്റ്സ് എന്ത് വരും? സെറ്റ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ -3 -2 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ -3, -2 വരും. ഇത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ എ 2ഉം 3 ആണ്, ബി -3 -2 ആണ്. അതുകൊണ്ട് സെറ്റ് ഈക്വൽ അല്ല, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വൂൾഫ്. അപ്പോൾ ഫോളോയിൻ്റെ നമുക്ക് സെറ്റ് ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? FOL, അടുത്തെല്ലാം എഴുതരുത്, റിപ്പീറ്റ് ചെയ്യരുത്. അതേപോലെ നെക്സ്റ്റ് ഓയും എഴുതരുത്. സെറ്റിലെ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് W. ഇത് വൂൾഫിൽ സെറ്റ് എഴുതി കഴിഞ്ഞാൽ WO, ഇവിടെ എലമെൻറ്റ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ ഈ രണ്ട് സെറ്റ് ഈക്വലാണ്, കാരണം ഓർഡർ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ, എലമെൻറ്റ്സ് സെയിം തന്നെയാണ് അല്ലേ? എല്ലാ എലമെൻറ്റ്സും ഉണ്ട്. അതുകൊണ്ട് A ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പോൾ A ഈക്വൽ ടു ബി. ഫസ്റ്റ് സെറ്റ് A നോട്ട് ഈക്വൽ ടു ബി ആണ്, സെക്കൻഡ് സെറ്റിൽ എയും ബിയും ഈക്വൽ ആണ്. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫ്രം ദി സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. കുറേ സെറ്റ്സ് തന്നിട്ടുണ്ട്, ഇതിനകത്ത് ഈക്വൽ സെറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ എടുക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് 2, 4, 8, 12 ആണ്. ഈ 2, 4, 8, 12 ഉള്ള വേറെ സെറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ബി അല്ല, സി അല്ല, 14 ഒക്കെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് സി അല്ല. ഡി 2, 4, 8, 12 അല്ല. ഇ അല്ല, എഫ് അല്ല, ജി അല്ല, എച്ച് അല്ല. അപ്പോൾ എക്ക് ഈക്വലായിട്ട് ഒരു സെറ്റ് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ബി എടുക്കാം. ബി എടുത്താൽ 1, 2, 3, 4. സി അല്ല. ഇവിടെ നോക്കുക, ഡി എന്ന് പറയുന്നത് 3, 1, 4, 2. അതിൻ്റെ ഓർഡർ ഒന്ന് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ബിയും ഡിയും ഈക്വലാന്ന് പറയാം അല്ലേ? നെക്സ്റ്റ് സി എടുത്താൽ സിക്ക് ഈക്വലായിട്ട് വരുന്ന എലമെൻറ്റ്സ് ഒന്നുമില്ല അല്ലേ? ഡി നമ്മൾ എഴുതി, ബിനോട് ഈക്വലാണ്. ഇനി ഇ എടുത്താൽ -1, 1. ഇവിടെ ജി നോക്കിക്കേ, 1, -1 ഓർഡർ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇയും ജിയും ഈക്വലാണ്. ഇനി നെക്സ്റ്റ് എഫ് എടുത്താൽ അതിന് 0യും എയും വരുന്ന വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല, സെറ്റൊന്നുമില്ല. 0യും 1ഉം വരുന്ന സെറ്റും ഇല്ല. അതുകൊണ്ട് രണ്ട് സെറ്റാണ് ഈക്വലായിട്ട് വരുന്നത്, ബിയും ഡിയും ഇയും ജിയും. ഓക്കെ. അപ്പോൾ എക്സസൈസ് 1.2 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സെഷനിൽ എക്സസൈസ് 1.3 പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.